തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനം എന്ന പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. കർത്താവിൻ്റെ മുൻപിൽ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒന്ന് നമുക്ക് ഈ വചനം ശ്രവിക്കുവാനായിട്ട് കടന്നു വരാം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇനി ജോലി തിരക്കാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. ഇവിടെ വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു 7 തുടങ്ങിയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് വലിയൊരു കാര്യം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അത് അതിഥിക്കും ആതിഥേയനും ഉപദേശം കൊടുക്കുന്നതാണ്. കർത്താവ് 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോടൊരു ഉപമ പറഞ്ഞു. ആരെങ്കിലും നിന്നെ ഒരു കല്യാണ വിരുന്നിന് ക്ഷണിച്ചാൽ പ്രമുഖ സ്ഥാനത്ത് കയറിയിരിക്കരുത്. നമുക്കറിയാം, വളരെ 1 തുടങ്ങി 14 വരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഈശോ ഓരോ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുമ്പോൾ അതിലൂടെ വലിയ ചില ഉൾക്കാഴ്ചകൾ നമുക്ക് പഠിപ്പിച്ചു തരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ വിവാഹ വിരുന്നിൻ്റെ ഒരു പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. ഇവിടെ കർത്താവ് ഇത് കണ്ടതുപോലെ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഒരു ഉപമയാണിത് സത്യത്തിൽ. അപ്പോൾ ഈ വിവാഹ വിരുന്നിൻ്റെ ഒരു പശ്ചാത്തലം ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പണ്ടൊക്കെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച ദമ്പതികൾ നവവധുവും വരനും കൂടെ വീട്ടിലേക്കൊക്കെ അല്ലെങ്കിൽ പന്തലിലേക്ക് കയറി വരുമ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാവരും കയറിയൊക്കെ ഇരുന്ന് ആഘോഷമായ കാര്യങ്ങളൊക്കെ നടന്നു. ഇന്നൊക്കെ ഒരു വിവാഹ വിരുന്നെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഹോളിലോ ഹോട്ടലിലോ ഒക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വിവാഹത്തിന് തലേദിവസം തന്നെ വിരുന്നുകാർ വന്ന് കഴിക്കൽ തുടങ്ങും. അവിടെ കല്യാണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആൾക്കാർ കയറി ഇറങ്ങി ഭക്ഷിച്ച് പോകുന്ന, ഇല്ലെങ്കിൽ എന്നാ വിചാരിക്കുമെന്ന് ഓർത്ത് മനുഷ്യർ വന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തേത്. അപ്പോൾ ഇത് എത്ര പ്രസക്തമാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രമുഖ സ്ഥാനങ്ങൾ ആരും എടുക്കരുത്, നിന്നേക്കാൾ വിളിക്കപ്പെട്ടവരൊരാൾ ഉണ്ടാകാൻ കയറിയിരിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ വായിച്ചിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത്. പക്ഷേ എന്തായാലും ഇത് നമ്മളെ കർത്താവ് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞതെന്ന് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്കിത് വായിക്കുമ്പോൾ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവനവൻ വിളിച്ചയാളെന്നാ വിചാരിക്കുമെന്ന് ഓർത്ത് വന്നു പോകുന്നൊരു കാലഘട്ടം. അവരെവിടെയെങ്കിലും ഇരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ടാവും. ആളെ ഒന്ന് കണ്ടൊരു നമസ്കാരവും സ്തുതിയൊക്കെ ചൊല്ലി അവർ സ്ഥലം വിട്ട് പോകുന്നുണ്ടാവും. അത് വേറെ കാര്യം. പക്ഷേ നമ്മളിതിലേക്കൊന്ന് തിരിച്ചു വരാം. ഈ ഭാഗത്തിലൂടെ ഈശോ എനിക്ക് തോന്നുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ്. ഈ വചനത്തിലൂടെ, ഈ ഉപമയിലൂടെ ഈശോ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ നമ്മൾ അറിയുന്നതും അതിനെ നമ്മൾ മാനിക്കുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ നല്ലതാണ്. അതായത് എല്ലാവരും ദൈവ പൈതലാണെങ്കിലും ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ പോലും കർത്താവ് തന്നെ ചില സ്ഥാനമാനങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്നേഹത്തോടെ കാണുകയും ആദരിക്കുകയും ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ വീടിൻ്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ അവിടെ അപ്പനൊരു സ്ഥാനമുണ്ട്, അമ്മയ്ക്കൊരു സ്ഥാനമുണ്ട്, മക്കൾക്കൊരു സ്ഥാനമുണ്ട്. അത് അവിടെ അപ്പൻ തന്നെയാണ്, അമ്മ തന്നെയാണ്, അത് മക്കൾ തന്നെയാണ്. അപ്പൻ്റെ സ്ഥാനം മക്കൾക്ക് എടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ആ സ്ഥാനമാനം നമ്മളൊന്ന് ബഹുമാനിക്കേണ്ടത് നല്ലതല്ലേ? നമ്മൾ ബഹുമാനിച്ച് പഠിക്കുന്നത് നല്ലത്. ഒരു പൊതുവേദിയിൽ വരുമ്പോൾ, സദസ്സിൽ വരുമ്പോൾ ഞാൻ സ്ഥാനം നോക്കി ഇരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു ട്രെയിനിങ് ഉണ്ടാവണം. വീട്ടിൽ നിന്ന് കിട്ടിയ എൻ്റെ ട്രെയിനിങ് അനുസരിച്ചല്ലേ എന്നേക്കാൾ വലിയവരവിടെ ഉണ്ടാകുമോ, വലിയവരും എന്നേക്കാൾ ഈ സ്ഥാനത്ത് ഇരിക്കാൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഫ്രണ്ടിൽ കയറി ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടത്. കാരണം നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് ആണ്. നമ്മൾ വീടിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മൾ എത്ര ചിലപ്പോൾ പേരൻസിനെ കഴിഞ്ഞും വളരെ വിദ്യാസമ്പന്നരാകാം, ഉയർന്നവരാകാം, ജോലിക്കാരാകാം, അതിനെക്കുറിച്ചൊക്കെ വളരെ പണം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്നവരാകാം. എങ്കിലും അപ്പൻ്റെ സ്ഥാനത്ത് അപ്പൻ തന്നെ നിൽക്കണം, അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ കൊടുക്കേണ്ട ബഹുമാനവും ആദരവും. അവരെത്രമാത്രം നമുക്ക് മാതൃകയുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തേലും അവർ അധ്വാനിച്ചു, പക്ഷേ ആ സ്ഥാനത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങളൊരിക്കൽ ഗൾഫിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയപ്പോൾ അവിടെ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിയിരുന്നത്. സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകും. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. അവിടെ ആ ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ നടുക്ക് തന്നെ ഒരു ചെയർ ഇട്ട് വെച്ചിട്ടുണ്ട്, കസേര ഇട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ആ വീട്ടിലെ ചേച്ചി പറയുകയാണ്, ഞങ്ങളെല്ലാവരും അതിലെ ചുറ്റിയിരുന്നു, പക്ഷേ അത്തേൽ ആരും ഇരുന്നില്ല. അപ്പോൾ ആ ചേച്ചി പറയുകയാണ്, സാധാരണഗതിയിൽ ഈ കസേരയിൽ ഞങ്ങൾ ആരും ഇരിക്കാറില്ല സിസ്റ്റർ, ഇത് അപ്പൻ്റെ കസേരയാണെന്ന്. ഈ ആധുനിക യുഗത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിച്ച കാര്യമൊന്നും, ഈ ആധുനിക യുഗത്തിൽ ഇപ്പോഴും അപ്പന് വീട്ടിലൊരു കസേരയുണ്ടെന്നുള്ള കാര്യം. അതായത് അപ്പൻ എന്ന് പറയുന്നയാൾ വലിയ കാർന്നോരൊന്നുമല്ല. ആ വീട്ടിലെ സ്ത്രീയുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ഒരു 50 വയസ്സിനൊക്കെ താഴെയുള്ള അത്രയും പ്രായോഗികമുള്ള ആൾക്ക്. അപ്പോൾ ആ ഒരു ബഹുമാനം അവിടെ ഇപ്പോഴും ആ കസേരയിൽ ഞങ്ങൾ ആരും ഇരിക്കാറില്ല സിസ്റ്ററെ, അത് ഞങ്ങളുടെ കുടുംബനാഥൻ്റെ കസേരയാണെന്ന് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. ഒപ്പത്തിനൊപ്പം സംസാരിക്കാൻ അനുവദിക്കുക, കയറി ഇടപെടുക, അല്ലെങ്കിൽ പേരൻസൊക്കെ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ മക്കളെ ഒന്ന് പഠിപ്പിക്കുക, മുതിർന്നവർ വരുമ്പോൾ അവരെ ആദരവോടെ ഒന്ന് കാണുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങളായിരുന്നു ഇതെല്ലാം. ഇന്നെല്ലാവരും സമത്വവും സ്വാതന്ത്ര്യവും എല്ലാം ഒക്കെ നമ്മളങ്ങ് ശീലിച്ച് പുറത്തിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും ഒന്നും അറിയത്തില്ല. അവരോടൊക്കെ നമ്മൾ എന്തു പറഞ്ഞു കൊടുത്താലും വീട്ടിൽ പഠിച്ചതല്ലേ ശീലിക്കുകയുള്ളൂ. ഒരു നേഴ്സറി കൊച്ചിൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. അവനിട്ടിങ്ങനെ ഒരു നേഴ്സറി എന്ന് വെച്ചാൽ LKG പഠിക്കുന്ന ഒരു കൊച്ച്, അവനവിടെ ക്ലാസ്സിലിരിക്കുമ്പോൾ കൂട്ടുകാരൻ അവനിട്ട് ഇടിച്ചു. കൂട്ടുകാരൻ ഇടിച്ചപ്പം ഇവിടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ അവനിട്ട് ഇടിച്ചു. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന കൂട്ടുകാരൻ പറയുകയാണ്, നീ കൂടെ ഒരു ഇടി കൊടുക്കടാന്ന്. അന്നേരം ഇവൻ പറയുക, എനിക്ക് ഇടിക്കാൻ അറിയത്തില്ലെന്ന്, എന്നെ ഇടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അവന് ഇടിക്കാൻ അറിയത്തില്ല, അവൻ ഇടി കൊണ്ടിട്ട് അവിടെ ഇരിക്കുക. മറ്റവൻ പറഞ്ഞു ഒരെണ്ണം കൊടുക്കടാന്ന് തിരിച്ച്. ഇവൻ കൊടുത്തില്ല, അവൻ ഇരുന്ന് ഇടി മേടിച്ചു. അവൻ്റെ വീട്ടിൽ ഇടി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവന് പറയാനറിയത്തില്ല. മറ്റവൻ ഇടി അറിയാം വീട്ടിൽ. അപ്പോൾ ചേട്ടനന്മാർ തമ്മിൽ ചെറുപ്പത്തിൽ ഇടി കൂടുന്ന കാര്യമൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, ബഹുമാനിച്ചു പഠിക്കുന്നത് നല്ലതാണ്. ഒരു കുടുംബം ഞാൻ ഓർക്കുന്നു, ഇതുപോലെ തന്നെ 4-5 മക്കളുടെ വീടാണ്. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചു വലിയവരായി ഹോസ്റ്റലൊക്കെ നിന്നിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളോട്, നിങ്ങളുടെ വിദ്യാഭ്യാസവും അറിവും കാര്യങ്ങളും ഒക്കെ ആ വഴി വരെ വെച്ചാൽ മതി. വീട്ടിലേക്ക് കയറി വരുമ്പോൾ അപ്പനെ ബഹുമാനിച്ച്, അപ്പൻ പറയുന്നത് കേട്ട്, അപ്പന് വിധേയപ്പെട്ട് വേണം നിങ്ങൾ ജീവിക്കുവാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ ആധുനിക യുഗത്തിൽ തേഞ്ഞു മാഞ്ഞു പോയ ഒരു കാര്യമാണ് ഇതെന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ബഹുമാനിച്ചു പഠിക്കണം. ഗുരുഭൂതരെയും വിദ്യ പറഞ്ഞു തരുന്നവരെയും അല്ലെങ്കിൽ ആത്മീയ പാലകരെയും മുതിർന്നവരെയും ഒക്കെ ബഹുമാനിക്കുക, ആദരിക്കുക. അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഒപ്പത്തിനൊപ്പം പറയുമ്പോൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ല സ്നേഹം വേണ്ടെന്നോ അവരുടെ ഒപ്പം ഇരിക്കരുതെന്നോ അവർക്ക് വാത്സല്യം വേണ്ടെന്നോ ആ വലിയ പണ്ടത്തെ ആ വലിയ ഗ്യാപ്പ് വേണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുക. കർത്താവിത പറയുന്നതനുസരിച്ച് നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടവരെ നമ്മൾ ബഹുമാനിച്ച് പഠിക്കണമെന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നുണ്ട്. തിരുവചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് പറയുന്നൊരു തിരുവചനം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം? നമ്മൾ 11-ാം തിരുവചനമാണ്, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലൂക്കാ 14:11 ഞാനിപ്പോൾ വായിച്ചത്. ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ ഉപമിക്കകത്ത് തന്നെ ഇത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മളിങ്ങോട്ട് എടുക്കുക. നമുക്കൊരു താഴ്ന്നു നിൽക്കാനായിട്ടൊരു താല്പര്യം നമുക്ക് ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. നമുക്കറിയാം, ഈ പൊങ്ങച്ചക്കാരെയും ചെയ്ത കാര്യങ്ങളൊക്കെ ഈ വർണ്ണിക്കുന്നവരോടൊന്നും നമ്മളെ വിട്ടുപോകും അവിടെ അടുക്കൽ നിന്ന്. നമുക്കത്ര നിൽക്കാൻ ഇഷ്ടമില്ല. അതായത് ദൈവം ഇത് തന്നു എന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളിതെല്ലാം ഇങ്ങനെ വാതോരാതെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രഘോഷിച്ചുകൊണ്ട് നടക്കുക. താഴ്ന്നു നിൽക്കുന്നതാണ് ദൈവത്താൽ ഉയർത്തപ്പെടുന്നതിനുള്ള ഒരു മാനദണ്ഡം എന്ന് കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മൾ ഓർക്കണം. നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടും നേട്ടം കൊണ്ടും ഒക്കെ ഞാനിത് നേടിയെടുത്തു എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരേണ്ടതില്ല. ദൈവത്താൽ അനുവദിക്കപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് താഴ്ന്നു നിൽക്കാനും ദൈവത്താൽ ഇത് നൽകപ്പെട്ടു എന്ന് വിചാരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ സംസാരത്തിലും ഇടപെടലിലും രീതികളിലും ദൈവം നമ്മുടെ കുടുംബത്തിൽ വർഷിച്ച അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വർഷിച്ച കാര്യങ്ങളെ എടുത്ത് ഇത്രയൊരു അവധാനപൂർവ്വം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് അറിയില്ല. അതും ഇക്കാലഘട്ടത്ത് ഈ ബഹുമാനവും ആദരവും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 7:7 നമ്മൾ കാണുന്നുണ്ട്, ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് പറയുക. ചെറിയവൻ വലിയവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പെരുമാറ്റത്തിലും ഇടപെടലിലും സംസാരത്തിലും ഒക്കെ ഒരു ദൈവിക ചിന്ത കടന്നു വരുന്നുണ്ടോ എന്ന്.
അല്ലെങ്കിൽ എല്ലാം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടും. പ്രത്യേകിച്ചൊരു വിവാഹ ആഘോഷമൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ്റെ മുഴുവൻ പ്രൗഢിയും കാണിക്കുന്ന ഒരു സമയമാണിത്. ഇല്ലാത്തതെല്ലാം നമ്മൾ കെട്ടിവലിച്ചുണ്ടാക്കുന്ന ഒരു സമയമാണ് അത്. ആ സമയത്ത് നമുക്ക് ഉള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായിരിക്കണം അത് നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ ആ മനോഭാവങ്ങൾ രീതികൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ടോ എന്ന് ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒന്നാണ് ഈശോ ആതിഥേയനോട് പറയുന്ന, അത് വിളിച്ച ആളോട് പറയുന്ന ഒന്നാണ്, നിങ്ങൾ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നു. ഇന്ന് ഇക്കാലത്ത് മറ്റൊരു രീതിയിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. അതായത്, എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ 13 മുടന്തന്മാർ, ദരിദ്രർ, വികലാംഗർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക, അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും. എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം നൽകും എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക. ഇതിനെ നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചുരുട്ടിപ്പെറുക്കി ഒരു മനോഹരമായി ഒന്ന് രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ആഘോഷം വരുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഇപ്രകാരം ഈ പാവങ്ങളെയും കുരുടരെയും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ആ സ്ഥലങ്ങളിൽ അവർക്കും കൂടി ഒരു ഭക്ഷണം അങ്ങോട്ട് ഒരുക്കി കൊടുത്ത് നമ്മൾ ഈ കാര്യം വേറൊരു രീതിയിലേക്ക് അതാക്കി എടുത്തിരിക്കുകയാണ്. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ സഹായിക്കാൻ കഴിവില്ലാത്ത തിരിച്ചു വിളിച്ച് നീ ചെയ്ത ഉപകാരത്തിന് പ്രതിഫലം ചെയ്യാൻ സാധിക്കാത്തവരെ വിളിക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ സമ്മാനം ഉണ്ടാകുവാൻ. ഇതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് ആക്കി എടുത്തു കേട്ടോ. അത് നല്ല കാര്യം തന്നെയാണ്. അതായത്, നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥാപനങ്ങളിലൊക്കെ വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങളിൽ വിവാഹത്തോടും മറ്റ് ആഘോഷങ്ങളോടും ഒക്കെ ബന്ധപ്പെടുത്തി, മാമോദീസായ ഒത്തുകൾ മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ അവർക്കും കൂടി ഒരു ആഹാരം ഒരുക്കി, അവർക്കും കൂടെ ഒരു ഊണെല്ലാം അവിടെ കൊടുത്ത് ഭക്ഷണം ഒരുക്കി നമ്മൾ ഇത് വേറൊരു രീതിയിൽ പ്രതിഫലം കിട്ടാത്ത രീതിയിൽ അതിനെ ആക്കിയെടുത്തു. നല്ല കാര്യം തന്നെയാണ്, നല്ലത് തന്നെയാണ്. എങ്കിലും നമ്മളൊന്ന് ഓർത്തു നോക്കുക കർത്താവിൻ്റെ മനോഭാവം. ഈ പണമില്ലാത്തവരും പാവപ്പെട്ടവരും ഉടുക്കാനില്ലാത്തവരും ഉണ്ണാനില്ലാത്തവരും സന്ദർശിക്കാനില്ലാത്തവരും രോഗികളുമായിട്ടുള്ളവരെയും സന്ദർശിച്ചവരെ വരുവിൻ, നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കയറുവാൻ പറഞ്ഞ ആ തിരുവചനമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. അതായത്, നമ്മുടെ ആഘോഷങ്ങളുടെയൊക്കെ നടുവിൽ നമ്മൾ മതിമറന്ന് സന്തോഷിക്കുന്നതിനിടയിൽ ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റാത്തവർ, സന്തോഷത്തിൻ്റെ ആ ഒരു വക അവർക്ക് കൊടുത്താൽ പോലും, അതിലൊന്ന് അവരെ ഭാഗവാക്കുകളാക്കിയാൽ പോലും തിരിച്ച് ഇത് സന്തോഷമാണെന്ന് അറിയാൻ പറ്റാത്തവരെ നിങ്ങൾ ക്ഷണിക്കണമേ എന്നും അവരുടെ കൂടെ ആയിരിക്കണമേ എന്നും കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഏറ്റവും താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഈശോനാഥൻ ആ പുൽത്തൊഴുത്തിലെ ആ കാൽവരിയിലെ തിരുജനനത്തിലൂടെ ഏറ്റവും പാവപ്പെട്ട ഇടയന്മാരുടെ ഇടയിലൂടെ ജീവിച്ചു വന്ന ഈശോനാഥൻ എല്ലാ തരത്തിലുമുള്ള മനുഷ്യർ അവിടുത്തെ സ്നേഹത്തിനും ബഹുമാനത്തിനും പരിഗണനയ്ക്കും ഒക്കെ അർഹരാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു തന്നു എങ്കിൽ ജീവിതപാതയിൽ ഇനിയും നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് നോക്കാം നമ്മുടെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ സ്നേഹ ബഹുമാനാദികളൊക്കെ എങ്ങനെയാണ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പറയും, എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ പെരുമാറാനൊക്കെ സാധിക്കുക, എങ്ങനെയാണ് മറ്റുള്ളവർക്ക് എന്താണ് കൊടുക്കേണ്ട ആദരവും. ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേറൊരു കുഞ്ഞു ചിന്തയും കൂടെ കടന്നു വന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കാം. ഇങ്ങനെ വലിയവർക്കൊക്കെ സ്ഥാനം, വലിയവർ മുന്നോട്ട് കയറി ഇരിക്കട്ടെ എന്നുള്ളൊരു സ്ഥാനം നമ്മൾ കാണിക്കുന്ന ദേവാലയങ്ങളിലുണ്ട് കേട്ടോ. പള്ളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി എളിമയോടുകൂടി പുറകോട്ട് നിൽക്കും. ഇത് വലിയവരൊക്കെ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. അത് നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ എനിക്ക് എന്നേക്കാൾ പ്രായം ചെന്നവർ, മാതാപിതാക്കളാവാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ ഓർക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ചാച്ചൻ താഴെ നിന്ന് കയറി വരികയാണെങ്കിൽ അമ്മ ഉടനെ പറഞ്ഞു, എഴുന്നേറ്റ് നിൽക്കടി, ഇതാ ചാച്ചൻ കയറി വരുന്നു. ഞങ്ങളുടെ പാവപ്പെട്ട ചാച്ചൻ കയറി വരുന്നതാ, ഞങ്ങളെ എഴുന്നേൽപ്പിച്ച് നിർത്തും. എന്തിനാണ്? ബഹുമാനവും ആദരവും കാണിക്കാൻ. നമ്മളത് ശ്രദ്ധിക്കണേ. നമ്മൾ വീട്ടിൽ നിന്ന് വാക്തർക്കം ഉണ്ടാക്കി ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം ഉണ്ടാക്കുന്ന കുടുംബത്തിൽ നിന്നും കടന്നു വരുന്ന ഒരു കുഞ്ഞ് പുറത്തിറങ്ങി ആർക്കിട്ട് അടി കൊടുക്കുകയില്ലാത്തത്? ആരെ കയറിത്തല്ലാൻ അവർക്ക് പേടിയില്ലാതെ വരിക. ബഹുമാനവും ആദരവും സ്നേഹവും എല്ലാം വീട്ടിലുണ്ടാകണം. ഞാൻ ഓർക്കുന്നു, ഒരു കുടുംബത്തിൽ അപ്പൻ വീട്ടിലിരിക്കുന്നുണ്ട്, അമ്മയും മകളും കൂടെ അടുക്കളയിലിരുന്ന് സംസാരിക്കുമ്പോൾ മകളുടെ സ്വരം ഇച്ചിരി ഉയർന്നു പോയി. എന്തോ എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ ഒരൊറ്റ വിളി, എടീ മോളേ
ആ വിളിക്ക് അവളുടെ നാവ് അടഞ്ഞുപോയി. അർത്ഥം മനസ്സിലായി. എല്ലാ കർത്താവിൻ്റെ ഉപമയിലും അവിടുന്ന് നൽകുന്ന എല്ലാ ദിവ്യമായ സന്ദേശങ്ങളിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പിടി കാര്യങ്ങളുണ്ട്. കാലം എത്ര മാഞ്ഞു മറിഞ്ഞു പോയാലും നമ്മൾ ഈ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ഐശ്വര്യം. നമ്മൾ താഴാതെ നിന്നതുകൊണ്ട്, ബഹുമാനിക്കാതെ നിന്നതുകൊണ്ട്, ആദരിക്കാൻ ആരുമില്ലാത്തവരെ നമ്മൾ കാണാതെ പോയതുകൊണ്ട് നമുക്ക് നഷ്ടമായ ദൈവാനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നമ്മളൊന്ന് ഓർത്തു നോക്കിയാൽ അത് ഒരു പിടി കാണില്ലേ? ചിലപ്പോൾ ഒരു പിടി കാണാൻ സാധ്യതയുണ്ട്. നമ്മളിതൊന്നും തേടിപ്പോകേണ്ട ആവശ്യമില്ല. കർത്താവ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ആ കൊണ്ടുവരുന്നതിനെ കാണാനുള്ള ഉൾക്കാഴ്ച നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നൽകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിനി ഏതേതു തലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് ഒരു പിടി പേരെ ഞങ്ങൾ ബഹുമാനിക്കാതെ ആദരിക്കാതെ ഇരുന്നിട്ടുണ്ട്. എല്ലാം എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് നേടി എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കടന്നു വന്ന പാവങ്ങളെയൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. കർത്താവെ, ഇന്നും നീ ഇതെല്ലാം നോക്കി ഞങ്ങളോട് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ നീ ഒന്ന് തുറക്കണമേ. ഈ വചനം ശ്രവിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ പ്രകാശം ഞങ്ങൾക്കൊന്ന് നൽകണമേ. അങ്ങയുടെ വിശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ജീവിതപാതയിൽ കണ്ടുമുട്ടുന്നവരെ അങ്ങയുടെ സ്നേഹത്തിൽ കാണുവാൻ പരിഗണിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.